വെൽക്കം ടു അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. എത്ര മണിക്കാണ് ഉച്ചഭക്ഷണം കഴിക്കേണ്ടത്? ആരോഗ്യ വിദഗ്ധർ ഇതിനെപ്പറ്റി എന്തു പറയുന്നു എന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ പ്രഭാത ഭക്ഷണവും അത്താഴവും ഏത് സമയം, ഉച്ച ഊണിന് ശേഷമുള്ള ഉറക്കത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെ? ഉച്ച സമയമായാൽ ഒരു മന്ദത മിക്കവർക്കും തോന്നും. പക്ഷെ കൃത്യസമയത്ത് ഒരു ഊണ് കഴിച്ചാൽ ആ മന്ദത മാറും, മനസ്സും ശരീരവും ഉഷാറാകും. പക്ഷേ ആ കൃത്യസമയം എപ്പോഴാണെന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയമാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നല്ല സമയമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും വളരെ നല്ലതാണ്. ശരീരത്തിലെ ജൈവ ഘടികാരം. ഒരു ജൈവ ഘടികാരം അഥവാ സിർക്കോഡിയൻ താളം അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം. ശരീരത്തിനുള്ളിലെ സാങ്കല്പിക ഘടികാരം, മെറ്റബോളിസം, എനർജി ലെവൽ എന്നിവയടക്കം പലതരം ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുന്നത് ഈ ഘടികാരത്തിന്റെ താളത്തോട് ചേർന്നു പോകുന്നു. ഈ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ശരിയായ ദഹനം നടക്കുകയും പോഷകങ്ങൾ കൃത്യമായി ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ശാരീരിക ആരോഗ്യത്തിനും ഭാരനിയന്ത്രണത്തിനും ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതാണ് അനുയോജ്യം. കൃത്യസമയത്ത് ഊർജം ലഭിക്കുന്നു. രാവിലത്തെ തിരക്കുകൾക്കിടയിൽ പ്രഭാത ഭക്ഷണം വേണ്ട രീതിയിൽ കഴിക്കാൻ കഴിയാത്തവരാണ് മിക്കവരും. 12നും 1 മണിക്കും ഇടയിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നത് അവർക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു. സമീകൃതമായ ആഹാരത്തിലൂടെ തലച്ചോറിലേക്ക് കൃത്യമായ അളവിലുള്ള ഗ്ലൂക്കോസ് വിതരണം നടക്കുന്നു. ഇത് ഉച്ചയ്ക്ക് ശേഷം ഏകാഗ്രത മെച്ചപ്പെടുത്തുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഊർജം നിലനിർത്തുവാനും സഹായിക്കുന്നു. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യം. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയും ഒരു സമയക്രമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥ സജീവമായിരിക്കുന്ന സമയവുമായി പൊരുത്തപ്പെടുന്നു. ഇത് ആഹാരം ശരിയായി ദഹിക്കാനും പോഷകാകരണം ശരിയായി നടക്കാനും സഹായിക്കും. വയറിൽ എരിച്ചിൽ പോലെയുള്ള അസ്വസ്ഥതകളും ദഹനക്കേടും ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു. മാത്രമല്ല ഉച്ചയൂണ് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് വിശപ്പ് നിയന്ത്രിക്കുകയും അമിതാഹാരത്തിനുള്ള സാധ്യത ഒഴിവാക്കുകയും ചെയ്യും. നേട്ടങ്ങൾ. ഉച്ചഭക്ഷണം അടക്കമുള്ള ആഹാരങ്ങൾ ശരിയായ സമയത്ത് കഴിച്ചാൽ അത് ശരീരത്തിന് പലതരത്തിൽ ഗുണം ചെയ്യും. ഉറക്കം മെച്ചപ്പെടുക, മാനസികാവസ്ഥയിൽ മെച്ചപ്പെടുക, സ്ട്രെസ് കുറയുക, ശരീരഭാരം കൃത്യമായി നിലനിർത്താൻ തുടങ്ങിയ പല ഗുണങ്ങളും കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. എപ്പോൾ കഴിക്കണം പ്രഭാത ഭക്ഷണവും ഉച്ചയൂണും അത്താഴവും? നേട്ടമെന്ത്? പല കാരണങ്ങൾ കൊണ്ട് പ്രഭാത ഭക്ഷണം വൈകി കഴിക്കുകയോ അല്ലെങ്കിൽ മുടക്കുകയോ ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. പലരും പ്രഭാത ഭക്ഷണത്തിന്റെയും ഉച്ചയൂണിന്റെയും അത്താഴത്തിന്റെയും സമയങ്ങളിൽ കൃത്യത പുലർത്താറില്ല. നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. ചിലരെങ്കിലും പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് നീട്ടിവെക്കാറുണ്ട്. വിശപ്പില്ലെന്നും മറ്റും പറഞ്ഞാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. എന്തു കഴിക്കുന്നു എന്നതിനൊപ്പം തന്നെ എപ്പോൾ കഴിക്കുന്നു എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. പഴമൊഴിയിൽ പറയുന്നത് പോലെ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നതാണ് ആരോഗ്യത്തിന് മെച്ചം ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. പ്രഭാത ഭക്ഷണം ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം. ഏറെ നേരത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രഭാത ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. അതിനാൽ അത് ആരോഗ്യപ്രദമായിരിക്കണം. തലേ ദിവസത്തെ അത്താഴം കഴിച്ചു കഴിഞ്ഞ് 8 മുതൽ 12 മണിക്കൂറിനുള്ളിൽ പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കണം. രാവിലെ 7 മുതൽ 9 മണി വരെയാണ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഉച്ചഭക്ഷണം. പ്രഭാത ഭക്ഷണം നേരത്തെ കഴിച്ചാൽ അത് ദഹിക്കുന്നതിന് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ധാരാളം സമയം കിട്ടും. 12 മണിക്കും 1 മണിക്കും ഇടയിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. അത്താഴം. ഉച്ചഭക്ഷണം നേരത്തെ കഴിച്ചാൽ വൈകിട്ട് വേഗത്തിൽ വിശക്കാനുള്ള സാധ്യതയുണ്ട്. ദഹന പ്രക്രിയയെ എളുപ്പമാക്കുന്നതിനും വിശപ്പടക്കുന്നതിനും നേരത്തെ അത്താഴം കഴിക്കുന്നത് നല്ലതാണെന്ന് നിരവധി ന്യൂട്രീഷന്മാർ പറയുന്നു. 6:30ക്കും 8 മണിക്കും ഇടയിലാണ് അത്താഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം. നേട്ടങ്ങൾ. കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നതിലൂടെ നമ്മുടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുന്നു. രാവിലകളിൽ നമ്മുടെ ചായാപചയ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്നാൽ വൈകുന്നേരം ആകുന്നതോടെ ഇത് പെതുക്കെയാകും. ആയതിനാൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ ഉണർവും ഉന്മേഷവും നൽകുകയും ചെയ്യുന്നു. കൃത്യമായി ഭക്ഷണം കഴിക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കുന്നതും. സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശരീരഭാരം അമിതമാകാതിരിക്കുകയും വിശപ്പ് നിയന്ത്രിക്കാനാകുകയും ചെയ്യും. ഉച്ചയൂണ് കഴിഞ്ഞ് ഉറങ്ങിയാൽ പലതുണ്ട് ഗുണങ്ങൾ. ഉച്ചയൂണ് കഴിഞ്ഞ് ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഉറങ്ങുന്നതിന് സമയവും രീതികളും ഉണ്ടെന്നും അതിനെക്കുറിച്ച് പോഷകാരോഗ്യ വിദഗ്ധർ പറയുന്നു. ഉച്ചയൂണിന് ശേഷം ഒരു ഉറക്കം എല്ലാ മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. പലപ്പോഴും ജോലികളുള്ള ചെറുപ്പക്കാർക്ക് ഉറങ്ങാൻ സാധിക്കാറില്ല എന്നതാണ് സത്യം. ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഉറങ്ങുന്ന ചെറുപ്പക്കാരെ കുറ്റം പറയുന്ന മാതാപിതാക്കളുമുണ്ട് ഈ നാട്ടിൽ. പക്ഷെ ചെറുപ്പക്കാർക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. മധ്യസമയത്തുള്ള ഈ ഉറക്കം ഓർമ്മശക്തി, ജോലിയിൽ മികച്ച പ്രകടനം, മാനസികാവസ്ഥ, ജാഗ്രത, സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവയ്ക്ക് സഹായിക്കുന്നു. ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്രമമോ വേണമെങ്കിൽ ഉറങ്ങുന്നത് നല്ലതാണ്.
പക്ഷെ ദീർഘനേരം ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നതിന്റെ ആരോഗ്യ ഗുണങ്ങൾ: നല്ല ഹൃദയാരോഗ്യത്തിന് ഉച്ചയുറക്കം മികച്ചതാണ്. ഉയർന്ന BP ഉള്ള ആളുകൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് പലപ്പോഴും അവരുടെ BP നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്നു. പ്രമേഹം, PCOD, തൈറോയ്ഡ് കൂടാതെ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് എന്നിവരുടെ ഹോർമോൺ ബാലൻസ് നിലനിർത്താനും ഇത് സഹായിക്കും. ദഹന പ്രക്രിയ നല്ലതാക്കാനും ഉറക്കം വളരെ അത്യാവശ്യമാണ്. രാത്രികാലങ്ങളിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നവർക്ക് ഉച്ചയുറക്കം നല്ലതാണ്. രോഗങ്ങളിൽ നിന്നും മറ്റു വർക്കൗട്ട് ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാനും ഈ ഉറക്കം നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.